പഹൽഗ്രാമിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അഴിച്ചുവിട്ടത്. അവർ കുറച്ചു നേരത്തേക്ക് കുറച്ച് കാര്യങ്ങൾ മറന്നുപോയി. അവരിപ്പോഴും വിചാരിച്ചത് 2014 മുമ്പുള്ളതുപോലെ കോൺഗ്രസ് ആണ് ഭാരതം ഭരിക്കുന്നതെന്നാണോ? അവർ കുറച്ചു നേരത്തേക്ക് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയിരിക്കുകയാണ്. 2019 പുൽവാമയിൽ നടന്ന അറ്റാക്ക് അവർ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ രണ്ടാമത് വീണ്ടും 2025 കാശ്മീരിൽ ഒരു അറ്റാക്ക് നടത്തുവാൻ അവർ വരില്ലായിരുന്നു. ഇതേതോ പുതിയ പിള്ളേരേതോ അറ്റാക്കുമായിട്ട് വന്നതാണ് കാശ്മീരിൽ. കാരണം 2019 പുൽവാമയിൽ നടന്ന കാര്യം അവർ മറന്നുപോയിട്ടുണ്ടാവണം. നമുക്കറിയാം പുൽവാമയിൽ എന്താണ് 2019 നടന്നതെന്ന്. നമ്മുടെ ഇന്ത്യൻ സോൾജിയേഴ്സ് CRPF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ഒരു ലോറിയിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിട്ട് അവരെയെല്ലാം കൊന്നുകളഞ്ഞു. ആ സമയത്ത് ഭാരതം മുഴുവൻ ഇങ്ങനെ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം, പാകിസ്ഥാനികളെ മുഴുവൻ കൊല്ലണം എന്ന് പറഞ്ഞ് രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ വലിയ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ ഉണ്ടായി. അപ്പോൾ നരേന്ദ്രമോദി ഡൽഹിയിൽ രാത്രിയിൽ വലിയൊരു ഉന്നതതല യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ കരസേനാ മേധാവിയുണ്ട്, വ്യോമസേനാ മേധാവിയുണ്ട്, വായുസേന മേധാവി, അങ്ങനെയുള്ള എല്ലാ സൈനിക തലത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ഇരിക്കുന്ന ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്ത് നരേന്ദ്രമോദി ഇരുന്ന് മീറ്റിംഗ് കൂടുകയാണ്. അപ്പൊ മീറ്റിംഗിന്റെ സമയത്ത് പറയുകയാണ്, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പറയുന്നു, ഞാൻ ജനങ്ങളുടെ ശബ്ദമായിട്ടാണ് ഞാൻ ഓരോ സൈനിക മേധാവിയോടും സംസാരിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞു. എന്നിട്ട് നരേന്ദ്രമോദി പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും ഇന്ന് രാത്രി തന്നെ പാകിസ്ഥാനെ ആക്രമിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ സൈനികർ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, എല്ലാ വർഷവും ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി നരേന്ദ്രമോദി പോകുന്നത് സൈനികരുടെ അടുത്തേക്കാണ്. അത്രയധികം സൈനികരെ സ്നേഹിക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞു, കൊല്ലപ്പെട്ടത് എന്റെ സഹോദരങ്ങളാണ്. സ്വന്തമായിട്ട് ഫാമിലി, അതായത് സ്വന്തം അച്ഛനും അമ്മ മരിച്ചുപോയി. ഈ ലോകത്തില് സ്വന്തം എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് ആരുമില്ല. പണ്ട് നമുക്കറിയാം, കാര്യത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോവുകയാണെങ്കിൽ, പണ്ട് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപിനോട് നരേന്ദ്രമോദി പറയുകയാണ്, ഈ ഈ തിളച്ചു മറയുന്ന ആർത്ത് വിളിക്കുന്ന ഗാലറിയെ നോക്കിക്കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു, പണ്ട് അമേരിക്കയിൽ ഞാൻ വന്നപ്പോൾ, അതായത് പണ്ട് അമേരിക്കയിൽ നരേന്ദ്രമോദി ചെന്നപ്പോൾ ട്രംപിന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തി. നരേന്ദ്രമോദി ആ വേദിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഇന്ന് ഇവിടെ ഇപ്പോൾ ഞാൻ ട്രംപിനെ, എന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. ഈ ആർത്ത് വിളിക്കുന്ന, ഈ കാണുന്ന ജനലക്ഷക്കണക്കിനുള്ള ജനങ്ങളാണ് എന്റെ കുടുംബമെന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദി അന്ന് പുൽവാമയിലെ അറ്റാക്കിന്റെ അന്ന്, സർജിക്കൽ സ്ട്രൈക്കിന്റെ അന്ന് രാത്രി നടന്ന ചർച്ചയിൽ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, എന്താണല്ലോ ആക്രമണം നടത്തിയെന്ന് പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവരാണ്. അവർ പറഞ്ഞു, ഇന്ന് രാത്രി ആക്രമണം നടത്താൻ പറ്റില്ല മോദി സാർ എന്ന് ആ സൈനിക മേധാവികൾ അവരോട് പറഞ്ഞു. അപ്പൊ നരേന്ദ്രമോദി ചോദിച്ചു, എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം നരേന്ദ്രമോദിയോട് കൃത്യമായിട്ട് പറയുവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ആജ്ഞാപിക്കുകയാണ്, ഓർഡർ ഇടുകയാണ്. കാരണം ഓർഡർ ഇടുന്നത് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് റിപ്പബ്ലിക് ആയിട്ടുള്ള നരേന്ദ്രമോദി ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ സൈനികർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ സൈനികർ പറഞ്ഞു, എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ, ഭയങ്കരമായിട്ടുള്ള മഴയും ഇടിയും മഞ്ഞു വീഴ്ചയും ഒക്കെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് റഡാറുകൾ കാണാൻ പറ്റില്ല, നമുക്ക് ആക്രമണം നടത്താൻ ഇന്ന് പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ബാക്കി സൈനിക മേധാവികൾ, ടെക്നിക്കലായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും പറഞ്ഞു, യെസ്, ഇന്ന് ആക്രമണം പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് സർജിക്കൽ സ്ട്രൈക്ക് കൊടുക്കാം. പക്ഷെ ഇന്ത്യ മുഴുവൻ ആർത്തു വിളിക്കുകയാണ്, ഇന്ന് രാത്രി തന്നെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഭടന്മാർ, ഇന്ത്യൻ സൈനികരെ കൊന്ന പാകിസ്ഥാനുള്ള മറുപടി എത്രയും പെട്ടെന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയേ പറ്റുമെന്നുള്ള ജനങ്ങളുടെ മുറവിളി ആര് കേൾക്കുന്നുണ്ട്? സേവകനായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിന്റെ ചൗക്കിദാറായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭടനായിട്ടുള്ള, സുരക്ഷാ നായകനായിട്ടുള്ള, വിശ്വഗുരുവായിട്ടുള്ള നരേന്ദ്രമോദി പറയുകയാണ്, ആക്രമണം ഇന്ന് രാത്രി തന്നെ നടത്തിയേ പറ്റുകയുള്ളൂ എന്ന്. എന്നിട്ട് അപ്പോഴും അവർ പറഞ്ഞു, ഇല്ല സാർ, ഇന്ന് ആക്രമണം നടത്താൻ പറ്റില്ല. അപ്പൊ നരേന്ദ്രമോദി കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മഞ്ഞു വീഴ്ചയും മഴയും ഒക്കെ ഉണ്ട്, ഇന്നല്ലേടോ ഏറ്റവും പറ്റിയ സമയം, താനതൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിക്കേ എന്ന് നരേന്ദ്രമോദി സൈനിക മേധാവികളോട് പറയുകയാണ്. അപ്പോഴാണ് അവരിങ്ങനെ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, ഇന്ന് മഴയും ഇടിമിന്നലും ഒക്കെയുള്ള കൂടുതൽ ദിവസമാണ്. പാകിസ്ഥാൻ സൈനികരും ഇതേപോലെ തന്നെ ആലോചിച്ച് ഇന്ന് ഒരാക്രമണത്തിന് മുതിരാതെ അവർ അവരുടെ പാളയങ്ങളിൽ താമസമാക്കുന്ന ഒരു സമയമാണല്ലോ ഇതെന്ന് അവരും ചിന്തിച്ച് അവിടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ന് തന്നെയാണ് നമ്മുടെ ദിവസം. കുറച്ച് മഴയും മഞ്ഞു വീഴ്ചയും ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇന്ന് തന്നെ നമ്മൾ ആക്രമണം നടത്തിയിരിക്കണം. നമ്മളുടെ ഒരു സൈനികന്റെ ജീവൻ പോലും ഇനി നഷ്ടപ്പെടാൻ പാടില്ല. അവരെല്ലാം മഴയുടെ പേരിലും മഞ്ഞു വീഴ്ചയുടെ പേരിലും ഒളിച്ച് പാളയങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ ആജ്ഞപ്രകാരം ഇന്ത്യൻ സൈനികർ അന്ന് രാത്രി പോയിട്ട് വലിയ ആക്രമണം നടത്തി 150 ആൾക്കാരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതാണ് നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഇത്രയും
ഇത്രയും ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് ഭാരതത്തിന്റെ നായകനായിട്ട്, ഭാരതത്തിന്റെ നേതൃസ്ഥാനത്ത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏറ്റവും ശക്തമായ ഒരു പൊസിഷനിൽ ഉണ്ട് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഭീകരവാദികൾ കുറച്ച് സമയത്തൊക്കെ മറന്നുപോയി. ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? പാകിസ്ഥാനെ മുഴുവനോടെ ചുട്ട് ചാമ്പലാക്കാൻ കഴിയും മാത്രം ശക്തിയുള്ള ഇന്ത്യൻ സൈനികരാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത്. ഇനി നരേന്ദ്രമോദി തന്നെയാണ് ജഡ്ജിയും ആരാച്ചാറുമെല്ലാം. നരേന്ദ്രമോദി വേണമെങ്കിൽ നേരിട്ടിറങ്ങി പാകിസ്ഥാനികളെ മുഴുവൻ കൊന്നു തള്ളാനോ അവരെ പാഠം പഠിപ്പിക്കാനോ കെൽപ്പുള്ള നേതാവാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. പണ്ട് മൻമോഹൻ സിംഗിന്റെ ഒക്കെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെടി പൊട്ടിക്കണമെങ്കിൽ സൈനികർ ഒരു 100 മെസ്സേജ് അയച്ചു ചോദിക്കണം ഡൽഹിയിലേക്ക്. ഇന്ന് ഡൽഹിയിലേക്കൊന്നും മെസ്സേജ് അയക്കണ്ട, നരേന്ദ്രമോദി നേരിട്ട് കാശ്മീരിൽ എത്തിയിരിക്കുകയാണ്. ഇനിയെല്ലാം കോൺവെർസേഷനും സൈനികരായിട്ടുള്ള കോൺവെർസേഷനൊക്കെ നേരെയാ. വെടിവെക്കാനാണ് മോദി ഓർഡർ ഇടുന്നതെങ്കിൽ വെടിവെച്ചിരിക്കും. ഒരു സൈനികൻ ഒരു കാര്യം ചെയ്യണമോ എന്ന് നരേന്ദ്രമോദിയോട് 10 തവണ ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല. ഡിസിഷൻസ് ഒക്കെ സ്പോട്ടിൽ എടുക്കും. ബിക്കോസ് വി ഹാവ് എ ബ്രേവ് പ്രൈം മിനിസ്റ്റർ. ശ്രീ നരേന്ദ്രമോദി നമ്മൾ ഇന്ത്യക്കാരുടെ എല്ലാം ആഗ്രഹം സാധിച്ചു തരട്ടെ. നരേന്ദ്രമോദിക്ക് മാത്രമാണ് ഇനി നമ്മളുടെ പോലെ ചിന്തിച്ച് അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സൈനിക മേധാവിക്കും അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. എല്ലാം നരേന്ദ്രമോദിയിലൂടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നരേന്ദ്രമോദി നമുക്കായി സാധിച്ചു തരും.